മകളെ. അമ്മയും അച്ഛനും ചാരത്തിരിപ്പൂ ചെമ്മേ നീയുറങ്ങോ മനക്കുഞ്ഞേ. അമ്മയും അച്ഛനും ചാരത്തിരിപ്പൂ ചെമ്മേ നീയുറങ്ങോ മനക്കുഞ്ഞേ. കണ്ണും പൂട്ടിയുറങ്ങുക നീ എൻ കണ്ണേ പുന്നാര പൊന്നുമകളെ. കണ്ണുകൾ ചിമ്മുന്നു കൺമണി ഓടിപ്പോകാറ്റെ നീ ഒച്ച വയ്ക്കാതെ. കണ്ണുകൾ ചിമ്മുന്നു കൺമണി ഓടിപ്പോകാറ്റെ നീ ഒച്ച വയ്ക്കാതെ. താരാട്ട് പാടുവാൻ അമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. താരാട്ട് പാടുവാൻ അമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. സൂക്ഷിച്ചു നോക്കി എൻ തങ്കക്കുടത്തിനെ കണ്ണു വയ്ക്കാതെ. കുഞ്ഞെ പൊന്മണി മുത്തേ അമ്മയ്ക്കിന്നും കൺമണിയേ. കുഞ്ഞെ കണ്ണു തുറന്നു ചിരിക്കും നിന്നെ പാടിയുറക്കാൻ ഈശോനാഥൻ വന്നിടും. നിന്നുടെയോമൽ കവിളിൽ പാലൊളി മൊത്തം തന്നിടും. കുഞ്ഞെ പൊന്മണി മുത്തേ അമ്മയ്ക്കിന്നും കൺമണിയേ. കുഞ്ഞെ കണ്ണു തുറന്നു ചിരിക്കും മരുമക്കിങ്ങിണി. നിന്നെ പാടിയുറക്കാൻ ഈശോനാഥൻ വന്നിടും. നിന്നുടെയോമൽ കവിളിൽ പാലൊളി മൊത്തം തന്നിടും. മാനത്തമ്പിളി മാമനുണർന്നു തൂവെള്ളിച്ചിരിയാൽ വെൺമേഘത്തിൻ ചിറകിലണഞ്ഞു കാവൽ ദൂതന്മാർ. മാനത്തമ്പിളി മാമനുണർന്നു തൂവെള്ളിച്ചിരിയാൽ വെൺമേഘത്തിൻ ചിറകിലണഞ്ഞു കാവൽ ദൂതന്മാർ. കുളിരു നിനക്കു പകർന്നേകാൻ പൂന്തെന്നൽ വരവായി. തഴുകിത്താലോലിക്കാൻ വാനവവൃന്ദം നിരയായി. കുഞ്ഞെ പൊന്മണി മുത്തേ അമ്മയ്ക്കിന്നും കൺമണിയേ. കുഞ്ഞെ കണ്ണു തുറന്നു ചിരിക്കും മരുമക്കിങ്ങിണിയേ. ദൈവപിതാവിൻ കൽപ്പനയെന്നും കാത്തുപുലർത്തേണം. അനുസരണത്തിൻ മാതൃകയായിട്ടെന്നും വളരേണം.
ദൈവപിതാവിൻ കൽപ്പന എന്നും കാത്തു പുലർത്തേണം. അനുസരണത്തിൻ മാതൃകയായിട്ടെന്നും വളരേണം. സ്നേഹത്തിൻ പൂത്തിരികൾ നിന്നുടെ കരളിൽ തെളിയണം. നല്ലവനായി വളർന്നീ ഭൂവിൽ നന്മ നിറയ്ക്കണം. കുഞ്ഞി പൊന്മണി മുത്തേ അമ്മയ്ക്കിന്നും കൺമണിയേ, കുഞ്ഞി കണ്ണു തുറന്നു ചിരിക്കും അരുമക്കിങ്ങിണിയേ. നിന്നെ പാടിയുറക്കാൻ ഈശോനാഥൻ വന്നിടും. നിന്നുടെയോമൽ കവിളിൽ പാലൊളി മുത്തം തന്നിടും. ആദ്യ കർമ്മമാണ് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. ഇവിടെ ദൈവമക്കളായിട്ട് രൂപാന്തരം പ്രാപിച്ച് പാപമോചനവും അതുപോലെ തന്നെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവും ഈ മാമോദീസയുടെ അനുഭവത്തിലൂടെയാണ് ഈ കുഞ്ഞിന് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായി ചേർക്കപ്പെടുന്നതോടൊപ്പം കർത്താവിന്റെ രാജ്യത്വം അതുപോലെ തന്നെ പൗരോഹിത്യ പ്രവാചകത്വവും എന്നിവയിൽ പങ്കാളികളായി തീരുന്ന അനുഭവമാണ് മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പൂർവ്വമുദാശയുടെ അനുഭവം എന്ന് പറയുന്നത് 2 പ്രാവശ്യമുണ്ട്. ഒന്ന് മാമോദീസയും അതുപോലെ തന്നെ ഈ പള്ളി ദേവാലയ ഉദാശകൾ. ഈ 2 സമയത്ത് മാത്രമേ ഈ പൂർവ്വമുദാശയുടെ അനുഭവം നമുക്കുള്ളൂ. ഈ മാമോദീസ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാലുള്ള അഗ്നിസ്നാനമാണ്. പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുന്ന ദൈവവിഭാഗത്തിൽ നമ്മൾ വായിച്ചതാണ്. പരിശുദ്ധാത്മാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമാണെന്ന് കർത്താവ് അവസാനം സുവിശേഷം. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ കൃപയാലുള്ള അഗ്നിസ്നാനമാണ് നമുക്ക് ഇവിടെ മാമോദീസയുടെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് ഈ അനുഭവത്തിലൂടെ സഭയുടെ അംഗമായി തീരുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ബന്ധുക്കളായിട്ട് സ്വന്തക്കാരായിട്ട് സുഹൃത്തുക്കളായിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ആത്മീയ പുത്രനായിട്ട് പുത്രിയായിട്ട് ഈ മകനോ മകളോമായി തീരുവാനായിട്ടുള്ള പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ വരുവാനായിട്ട്, അതായത് ബന്ധുക്കളോ സ്വന്തങ്ങളോ പുത്രക്കുവാനായിട്ടില്ല. ഇതിന് കൂട്ടായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം ഓർത്തഡോക്സ് സഭയുടെ ഓർത്തഡോക്സ് യാക്കോബായ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസികളുമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൂദാശകളും കർമ്മങ്ങളും പ്രാർത്ഥനകളും മാത്രമേ ഉള്ളൂ. ഏത് കൂദാശ എടുത്താലും എന്ത് ആരാധന എടുത്താലും പ്രകാരമാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കൂദാശയെ സംബന്ധിക്കണം. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നിലനിർത്തിയ ആള് ഈ കുഞ്ഞിനെ ആത്മീയമായി വളർത്തിക്കൊള്ളാം എന്നുള്ളതായ ശബ്ദവും ഈ കൂട്ടത്തിൽ ചെയ്യുന്നു. ആത്മീയമായ രീതിയിൽ ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാം എന്നുള്ളതായ ചുമതല അവിടെ മാതാപിതാക്കളോടൊപ്പം തലതൊടുതികളായിട്ടെടുക്കും. അതുകൊണ്ടാണ് സഭ നിഷ്കർഷിക്കുന്നത് ഇവിടെ വിശ്വാസത്തിലുള്ള ആൾ തന്നെയായിരിക്കണം നിലകൊള്ളണമെന്നുള്ളത്. പ്രതീക്ഷയിൽ ആദാം രുചി നോക്കാത്തതായ ഫലം, മാതാവിന് കിട്ടാതെ പോയതായ ആ ഫലത്തിന്റെ അനുഭവം കുഞ്ഞിനെ നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. തൃത്വത്തിന്റെ നാമത്തിൽ ഇവിടെ മുദ്രം കുത്തുന്നു. ഇതാണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി പരിശുദ്ധാത്മമായ വ്യാപാരത്തെ ഈ കുഞ്ഞ് നല്ല ആത്മീയ പുത്രനായിട്ട് തീരുമാനമായിട്ടുള്ള പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പുസ്തകം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമുക്കറിയാവുന്ന ഗീതങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ ആദ്യം തന്നെ സമ്മതിക്കും. അതുപോലെ മാതാപിതാക്കളോട് ബുദ്ധിമുട്ടാക്കിയോടും നമുക്കറിയാം ഇന്നത്തെ ആനുകാലിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസപരമായി നല്ല സമ്പന്നരാണ് എന്ന് പറയുമ്പോൾ തന്നെ പരസ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നവരും പരസ്യങ്ങളെ കണ്ട് ജീവിതത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുമാണ്. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. ഈ കുഞ്ഞിന്റെ ഏറ്റവും വലിയ ഗൗരവം എന്ന് പറയുന്നത് ഗൗരവമായിട്ട് കാണുന്നത് പേരൻസും ഗ്രാൻഡ് പേരൻസും. മഷിക്കുപ്പി മഷിയിൽ നിന്ന് വീണ്
ഒരു കോട്ടൺ തുണിയിൽ ഒപ്പിയെടുക്കുന്നത് എപ്രകാരമാണോ, എത്രമാത്രം സ്പീഡിനാണോ അത് കോട്ടൺ തുണിയിലോട്ട് വരുന്നത്, ആ സ്പീഡിൽ തന്നെയാണ് നമ്മുടെ ചലനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ അതുപോലെ സംസാരങ്ങളും എല്ലാം മിതത്വം പാലിച്ചുള്ള രീതിയിൽ നമ്മളോടൊപ്പം ഒരമ്മോടെ വളർന്നു വരുത്തുന്നതിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. കാരണം ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ വായിക്കുന്ന ദൈവം തരും. ഇതെപ്പോഴാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു ചിന്തയും ധാരണയും അല്ലെങ്കിൽ വ്യക്തമായ ലക്ഷ്യം നമ്മളെപ്പോലെ തന്നെ ദൈവത്തിനുണ്ട്. പക്ഷെ നമ്മുടെ ശരീരമാകുന്ന ആത്മീയ മന്ദിരം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ അത്ഭുതങ്ങളും മറ്റുള്ളതും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിനായിട്ട് നമ്മുടെ ശരീരങ്ങളെ മനസ്സിലേക്ക് ഒരുക്കി ഈ പൈതൽ നല്ല ആത്മീയ ചിത്രത്തിനായിട്ട് വളർന്നു വരുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ദൈവമായ കർത്താവേ, ജ്ഞാനം ആത്മാവാൽ ജ്ഞാനസ്നാനം വേണ്ടി നിന്റെ വിശുദ്ധ സ്നേഹന്മാരെ വിശ്വാസത്തോടെ ഏൽപ്പിച്ച ആത്മീയപൂർവ്വ ശുശ്രൂഷിക്കുന്നവരെ യോഗ്യരാക്കണമേ. കർത്താവേ, സ്നാനത്തിന് വേണ്ടി അടുത്തുവന്നിരിക്കുന്ന പ്രേതത്തിന്റെ ആത്മാവിനും ഭാവിയുടെ ആത്മബാധ്യസ്ഥ മൂലം രക്ഷ പ്രാപിക്കുകയും പിന്നെ അനുഗ്രഹങ്ങളുടെയും പ്രാപിക്കുകയും ചെയ്യുവാൻ സംഗതിയാകണമേ. അൺപൈതങ്ങളെ നാഥനു നൽകി ഹല്ലേലൂയ, സ്തുതിയോടു മാനം നാഥനു നൽകി. മരണകരമായ സകല പ്രവൃത്തികൾ വെടിഞ്ഞുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
കർത്താവ് നിന്നെ മേയ്ക്കും, എനിക്ക് ഞെരുക്കമുണ്ടാവുകയില്ല. പുഷ്ടിയുള്ള മേച്ചിൽ തന്നെ പാർപ്പിക്കും.